ഇന്നത്തെ വീഡിയോയിൽ ഔട്ട്ഡോർ ഗാർഡനിലേക്ക് പറ്റിയ 3 ഫ്ലവറിങ് പ്ലാന്റ്സിനെയാണ് കാണിക്കുന്നത്. ഈ 3 പ്ലാന്റ്സിലും എല്ലാ സമയത്തും പൂക്കളുണ്ടാവും. ഇത് 3 നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ ഗാർഡൻ നല്ല കളർഫുള്ളാവും. ഇതിൻ്റെ കെയറും പ്രൊപ്പഗേഷനും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഔട്ട്ഡോർ ഗാർഡനിലേക്ക് പറ്റിയ ആദ്യത്തെ ചെടിയാണ് ഈ മെലസ്റ്റോമ. ഇത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നല്ല ഭംഗിയായിട്ട് എപ്പോഴും പൂക്കൾ നിറച്ചുണ്ടാവുന്ന ഒരു പ്ലാന്റ്. ഇത് ചട്ടിയിൽ വളർത്തുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഇങ്ങനെ മണ്ണിൽ ഡയറക്റ്റ് നടുന്നതാണ്. ചട്ടിയിലാവുമ്പോൾ എന്താ അറിയോ, ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആവുന്നതുകൊണ്ട് ചട്ടിയിൽ അത്ര കൂടുതൽ പൂക്കൾ എപ്പോഴും കിട്ടില്ല. അതിനെ പ്രൂൺ ചെയ്ത് നിർത്തിയാലല്ലേ ചട്ടിയിൽ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിന് നല്ല വെൽ ഡ്രെയിനിങ് സോയിൽ വേണം, അതേപോലെ മോയ്സ്ചർ കൺസിസ്റ്റൻ്റായി വേണം താനും. അപ്പോൾ നിലത്ത് നടുമ്പോൾ നമുക്ക് ധാരാളം നനച്ചു കൊടുക്കാം. അതേപോലെ ഫെർട്ടിലൈസിങ്ങിൻ്റെ കാര്യം ഒന്നും കൂടെ പറ്റും. അപ്പോൾ ഇതിലെപ്പോഴും പൂക്കൾ വരും. ഇത് 2-3 കളറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് വയലറ്റാണ്, ഒരു ഡാർക്ക് വയലറ്റും ഉണ്ട്, വൈറ്റും ഉണ്ട്. ഞാൻ ആദ്യം വാങ്ങിയത് 2 പ്രാവശ്യം വാങ്ങിയിട്ട് എൻ്റെ അടുത്തുനിന്ന് നാശമായി പോയി. വേര് പിടിച്ച തൈ വാങ്ങി തന്നെയാണ് നഴ്സറിയിൽ നിന്ന്. അത് രണ്ടും ഞാൻ ചട്ടിയിലാണ് നട്ടിരുന്നത്. ചട്ടിയിൽ നട്ടിട്ട് ഒരു 6 മാസം വരെയൊക്കെ നല്ല ഭംഗിയിൽ പൂക്കൾ നിറഞ്ഞു നിന്നു. ഡാർക്ക് വൈറ്റ് അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് പതുക്കെ ഓരോരോ ബ്രാഞ്ചായി ഉണങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ ഫുൾ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അത് പറിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായി അതിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക് കപ്പിലാണ് ആ ചെടി ഇരുന്നിരുന്നത്. ഇനി ആ കപ്പ് റിമൂവ് ചെയ്യാതെ അങ്ങനെ നട്ടിട്ടാണോ എന്നറിയില്ല, അത് ഉണങ്ങിപ്പോയത്. എന്തായാലും വേരൊക്കെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരുന്നിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ഞാൻ വാങ്ങിയ ചെടി, ഈ ചെടി പൂവുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് ഗ്രോ ബാഗിലാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് ആ ഗ്രോ ബാഗിൽ നിന്ന് മണ്ണൊക്കെ ഇളക്കി നോക്കി അതിന് കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ ഡയറക്റ്റ് മണ്ണിലേക്ക് വെച്ചത്. ചട്ടിയിൽ വെച്ചില്ല, കാരണം ഈ ചെടി കുറച്ച് വലുതാവണ ചെടിയാണ്. അപ്പം മണ്ണിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ സ്ഥലത്തേക്ക് അതിൻ്റെ റൂട്ടൊക്കെ സ്പ്രെഡായിട്ട് നല്ല ന്യൂട്രിയൻസൊക്കെ വലിച്ചെടുത്ത് ധാരാളം പൂക്കൾ കിട്ടും. ചട്ടിയിൽ വെക്കുന്നേക്കാൾ പൂക്കൾ കൂടുതൽ കിട്ടുക നമ്മളിത് നിലത്ത് വെക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഇത് നിലത്ത് നട്ടത്. ഇതിന് അധിക സമയത്തും പൂക്കളുണ്ടാവും. ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ പൂവിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഈ പൂക്കൾ നോക്കൂ, ഇതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണല്ലോ വരുന്നത്. ഇതിൽ ആദ്യത്തെ പൂവ് ഏറ്റവും സെൻറ്ററിൽ തലപ്പിലുള്ള കണ്ടോ, ഈ മൊട്ടാണ് ആദ്യം വിരിയുക. പിന്നെയാണ് സൈഡിലേക്കുള്ളത് വിരിഞ്ഞു വരും. പക്ഷേ എല്ലാ പൂക്കളുടെയും അങ്ങനെ ആയിരിക്കില്ല. ഈ അടിയിൽ നിന്ന് ഓർക്കിഡിൻ്റെ കണ്ടിട്ടില്ലേ, അടിയിൽ നിന്ന് വിരിഞ്ഞ് വരും. ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇതിൻ്റെ സ്റ്റേമൻസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്റ്റേമൻസ് നോക്കൂ, സ്റ്റേമൻസിനൊക്കെ നല്ല വാളിൻ്റെ ഷേപ്പാണ്. കണ്ടോ, പിസ്റ്റിൽ ഇങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നു. നല്ല ഭംഗിയാണത് കാണാൻ. ആദ്യത്തെ ദിവസം ഇത് ലൈറ്റ് കളറാവും. ഇവിടെ നിങ്ങൾക്ക് ലൈറ്റ് കളറായി കാണാം. അത് സെക്കൻഡ് ഡേ ആകുമ്പോഴേക്ക് കണ്ടോ, ഇതിൻ്റെയൊക്കെ കളറ്, ഈ സ്റ്റേമൻ്റെ കളറ് നല്ല ഡാർക്കായിട്ടുണ്ടാവും. പിന്നെ സ്റ്റേമനൊക്കെ ഇതേപോലെ പൂ കൊഴിഞ്ഞു പോവും. ഇത് വൈറ്റ് കളറും ഉണ്ട്, ഡാർക്ക് വയലറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ 3 കളറേ കണ്ടിട്ടുള്ളൂ. ഇത് ബാക്കി 2ഉം എനിക്ക് കളക്ട് ചെയ്യണമെന്നുണ്ട്. കിട്ടിയാൽ അടുത്ത നഴ്സറിയിൽ പോകുന്ന സമയത്ത് അത് 2ഉം ഞാൻ വാങ്ങിക്കും. നമ്മളുടെ 2ാമത്തെ പ്ലാന്റാണ് ഈ ഇക്സോറ പ്ലാന്റ്, അല്ലെങ്കിൽ തെറ്റി എന്നൊക്കെ പറയും. ഇതും എപ്പോഴും പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ്. ഇതൊരുപാട് കളേഴ്സിൽ അവൈലബിളാണ്. എപ്പോഴും നിറച്ച് പൂക്കളും ഉണ്ടാവും. ഇതിനാകെ ചെയ്യേണ്ടത് പൂ വന്നു കഴിഞ്ഞ് പൂവെല്ലാം വിരിഞ്ഞ് കഴിഞ്ഞ് വാടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലുള്ള അതാണ് കട്ട് ചെയ്ത് കളയുക. ഇവിടെ നിങ്ങൾക്ക് കട്ട് ചെയ്തത് കാണാം, കണ്ടോ. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ നിന്നും പുതിയ മൊട്ട് വരുന്നുണ്ട്. ഇത്രേ ഇതിന് ചെയ്യാനുള്ളൂ. പിന്നെ ഇത് വല്ലാതെ വലുപ്പം വരികയാണെന്ന് തോന്നിയാൽ നമുക്ക് ഹാർഡ് പ്രൂൺ ചെയ്യാം. അപ്പോൾ നന്നായി കുറ്റിയാക്കി വെട്ടിയിട്ട്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഒന്ന് പൂക്കൾ വരുന്നത്. ആ ഹാർഡ് പ്രൂൺ ചെയ്താലാണ് ചെറിയ ചെടിയായിട്ട് നിറച്ച് പൂക്കളായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ചെടിയിൽ പൂക്കളായിരിക്കും. 2ഉം ഭംഗിയാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ചെറിയ ചെടിയിൽ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് അങ്ങനെ നിർത്താം. അല്ലെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിയ ചെടിയിൽ നിറച്ച് പൂക്കളായിട്ട് വരും. ഹാർഡ് പ്രൂണിങ് സാധാരണ നമ്മൾ വർഷത്തിലൊരിക്കലാണ് ചെയ്യുക. അത് മഴ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മെയ് ലാസ്റ്റ് വീക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിൽ ചെയ്യാം. ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ചെടി നല്ല കുറ്റിയാക്കി നമ്മൾ വെട്ടും. എന്നിട്ട് പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് വേണം പൂക്കൾ വരാൻ. അപ്പോൾ കുറച്ചൊരു ടൈം എടുക്കും പൂക്കളെ കിട്ടാൻ. ഏതായാലും മഴക്കാലത്ത് പൂക്കൾ കുറവുമായിരിക്കും. അപ്പോൾ ആ ഹാർഡ് പ്രൂണിങ്ങിന് പറ്റിയ സമയം മഴക്കാലമാണ്. അത് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ നന്നായി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൂ വാടിക്കഴിയുമ്പോൾ അതിൻ്റെ തലപ്പ് കട്ട് ചെയ്യണതാണ് ഈ സോഫ്റ്റ് പ്രൂണിങ്. ഈ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് ഗ്രോത്ത് വരും. ഇവിടെ കണ്ടോ, സൈഡ് ഗ്രോത്ത് വന്നിട്ട് അവിടെ പുതിയ
മൊട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ എപ്പോഴും നമുക്ക് പൂക്കൾ കിട്ടും. ഈ പൂവിനെ അവിടെ തന്നെ വാടാൻ നിർത്തിയിട്ട് അത് കുറേ കാലം അവിടെ നിന്നുണ്ടെങ്കിൽ ഈ ഗ്രോത്ത് വരാൻ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ പൂ വാടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഗ്രോത്ത്, പുതിയ ബഡ്സ് വേഗം വരും. മൂന്നാമത്തെ പ്ലാന്റാണ് ടെക്കോമ. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് 3 കളേഴ്സാണുള്ളത്. ഈ ഓറഞ്ച്, ഒരു ലൈറ്റ് വയലറ്റ്, യെല്ലോ. ഈ ഓറഞ്ച് ഫ്ലവറിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിലെപ്പോഴും ഹമ്മിങ് ബേർഡ്സ് വരും. നിറച്ച് തേനുണ്ട് തോന്നുന്നുണ്ട്. അത് തേൻ കുടിക്കാൻ ഹമ്മിങ് ബേർഡ്സിനെ നിറയെ കാണാറുണ്ട്. ഈ പ്ലാന്റിന് ഇപ്പോൾ ഒരു ക്ഷീണം എന്താണെന്നറിയോ, ഇതിനെ ഒന്ന് റീപ്ലാന്റ് ചെയ്തു. ഇത് ഇവിടെയല്ല നട്ടിരുന്നത്, ഇതിനെ അവിടെ നിന്ന് റീപ്ലാന്റ് ചെയ്തു. അവിടെ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് വെച്ചതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്ഷീണമാണ്. അത് മാറിക്കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് പൂക്കളായിരിക്കും. ഇതിൽ ധാരാളം പൂവ് എന്നും ധാരാളം ഹമ്മിങ് ബേർഡ്സ്, കുറേ എണ്ണം ഹമ്മിങ് ബേർഡ്സിനെ കാണാറുണ്ട്. എന്നും അവർ വന്ന് തേൻ കുടിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 3 പ്ലാന്റ്സിൻ്റെയും ജനറൽ കെയർ എങ്ങനെയെന്ന് നോക്കാം. ഇതിൻ്റെ കെയർ ഒരു ബുദ്ധിമുട്ടുമില്ല. വൺസ് ഇത് എസ്റ്റാബ്ലിഷ് ആയിക്കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല വെൽ ഡ്രെയിനിങ് സോയിലിൽ ഇത് പ്ലാന്റ് ചെയ്യുക. അതേപോലെ നല്ല മോയ്സ്ചർ വേണം. ഈ മെലസ്റ്റോമ പ്ലാന്റിന് വെള്ളം നല്ല പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ പൂക്കൾ പെട്ടെന്ന് വാടും. കാരണം നല്ല വെയിലുള്ള സ്ഥലത്താണല്ലോ ഈ പ്ലാന്റിനെ നടേണ്ടത്. അപ്പോൾ വെയിൽ വേണം, അതേപോലെ നല്ല വെള്ളം നനവും വേണം. പിന്നെ ഫെർട്ടിലൈസിങ് ചെയ്യേണ്ടതാണ്. ഫെർട്ടിലൈസ് ചെയ്യാൻ നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം, അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. രണ്ടും മാറി മാറി ഉപയോഗിക്കാം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ നമുക്ക് കമ്പോസ്റ്റ്, ചാണകപ്പൊടി, എല്ലുപൊടി ഇതൊക്കെ ഉപയോഗിക്കാം. അതേപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് NPK കൊടുക്കാം. NPK ഒരു മാസം NPK ആണ് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഓർഗാനിക് ഫെർട്ടിലൈസർ ഉപയോഗിക്കുക. ഇതിങ്ങനെ മാറി മാറി ഉപയോഗിക്കുക. അതേപോലെ ഇടയ്ക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ചോട്ടിൽ പുല്ലോ അങ്ങനത്തെ എന്തെങ്കിലും കളകൾ വളരുന്നുണ്ടെങ്കിൽ അത് പറിച്ച് കളയുക. ഇത്രയാണ് ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ടുള്ളൂ. പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. അതിന് വേണ്ടത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നല്ല മൂത്ത കമ്പാണ് നമ്മൾ മുറിച്ച് നടുന്നുണ്ടെങ്കിൽ അതിന് വേര് വരാൻ ബുദ്ധിമുട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയൊരു ബ്രാഞ്ച് കട്ട് ചെയ്ത് നടുമ്പോൾ അതിന് പെട്ടെന്ന് വേര് വരും. ഈ ഇത് നോക്കൂ, ഈ കവറിലുള്ളത് ഇതേപോലെ ചെറിയ ബ്രാഞ്ച് കട്ട് ചെയ്ത് വെച്ചതാണ്. അതിന് വേര് വന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിനെയും പ്രൊപ്പഗേറ്റ് ചെയ്യൽ അങ്ങനെയാണ്. വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഈ 3 പ്ലാന്റ്സും നമ്മൾ ഗ്രൗണ്ടിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ കെയറിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നമ്മൾ റെഗുലറായി ഫെർട്ടിലൈസ് ചെയ്യുക. അതേപോലെ വേണ്ട പോലെ നനയ്ക്കുക. നല്ല വെയിലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് 2 നേരം നനയ്ക്കേണ്ടി വരും, നല്ല ഫ്ലവേഴ്സ് ഉള്ള സമയത്ത്. അല്ലെങ്കിൽ പെട്ടെന്ന് വാടും. അല്ല നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ കിട്ടാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് ഭംഗിയായി നിന്നോളും. നട്ടുച്ച സമയത്തെ വെയിൽ ശരിക്ക് ഒരു ചെടിക്ക് നന്നല്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം ചൂസ് ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ഭംഗിയായി നിന്നോളും. ഇനി നിങ്ങൾക്ക് ഈ പ്ലാന്റ്സൊക്കെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എല്ലാ ഔട്ട്ഡോർ പ്ലാന്റ്സും എങ്ങനെയാണ് ഫെർട്ടിലൈസ് ചെയ്യണമെന്ന് ഡീറ്റെയിൽ ആയി കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.